നമസ്കാരം. 140 മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് SIT അന്വേഷണം സ്തംഭിച്ചുവെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓട്ടം തീരും മുൻപേ വനിതാ കണ്ടക്ടർ വഴിയിലിറങ്ങി വീട്ടിൽ പോയി. KSRTC അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് വയോധികയെ കൊന്നു കത്തിച്ച് കുഴിച്ചുമൂടി. 17-കാരൻ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. BJP കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ ജയിലിൽ നടത്താമെന്ന് ആഭ്യന്തര വകുപ്പ്. തൃശൂരിൽ ജലസംഭരണിയിൽ കുളിക്കാനിറങ്ങിയ യുവതി മുങ്ങി മരിച്ചു. 2 പേരെ രക്ഷപ്പെടുത്തി. വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് SIT അന്വേഷണം സ്തംഭിച്ചുവെന്ന് മന്ത്രി കെ മുരളീധരൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നിലച്ച മട്ടാണെന്ന് മന്ത്രി കെ മുരളീധരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. കേസിന്റെ മേൽനോട്ടം കോടതി നേരിട്ട് വഹിക്കുന്നതിനാൽ ഈ വിഷയത്തിൽ സർക്കാരിന് ഇടപെടാൻ പരിമിതികളുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. താഴ്മൺ തന്ത്രി സംശയത്തിന്റെ നിഴലിലാണെന്നും തനിക്ക് പകരം മകനെ നിയമിക്കണമെന്ന തന്ത്രിയുടെ ആവശ്യം ദേവസ്വം ബോർഡ് കോടതിക്ക് വിട്ട നിലപാട് ശരിയായില്ലെന്നും മന്ത്രി വിമർശിച്ചു. കേസിൽ കുറ്റപത്രം സമർപ്പിക്കുകയോ കോടതി ആവശ്യപ്പെടുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ പ്രതികൾ രക്ഷപ്പെടാനും തെളിവുകൾ നശിപ്പിക്കപ്പെടാനും സാധ്യതയേറെയെന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രിയെ ഹിന്ദു ഐക്യവേദി നേതാക്കൾ സന്ദർശിച്ചതിൽ തെറ്റില്ലെന്നും എന്നാൽ അത്തരം സംഘടനകളുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നത് ശരിയല്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഓട്ടം തീരും മുൻപേ വനിതാ കണ്ടക്ടർ വഴിയിലിറങ്ങി വീട്ടിൽ പോയി. KSRTC അന്വേഷണം ആരംഭിച്ചു. മൂന്നാർ ഡിപ്പോയിലെ വനിതാ കണ്ടക്ടർ സർവീസിനിടെ അനുമതിയില്ലാതെ ജോലി അവസാനിപ്പിച്ച് വീട്ടിൽ പോയതായി പരാതി ഉയർന്നു. കോട്ടയത്ത് നിന്നും മൂന്നാറിലേക്ക് വരികയായിരുന്ന ബസ്സിലെ കണ്ടക്ടർ മൂന്നാർ അടിമാലി റൂട്ടിലെ ചെകുത്താൻ മുക്കിൽ വെച്ചാണ് യാത്രക്കാരെ വഴിയിലാക്കി ഇറങ്ങിപ്പോയത്. ഡിപ്പോയിൽ ജോലിക്ക് പോവുകയായിരുന്ന മറ്റൊരു KSRTC ജീവനക്കാരനെ ടിക്കറ്റ് മെഷീനും പണവും ഏൽപ്പിച്ചായിരുന്നു ഇവരുടെ മടക്കം. മൂന്നാറിലെത്താൻ അരമണിക്കൂർ ബാക്കിയുള്ളപ്പോഴാണ് ഈ അസാധാരണ സംഭവം അരങ്ങേറിയത്. സർവീസ് പൂർത്തിയാക്കി സ്റ്റേഷൻ മാസ്റ്റർക്ക് മുന്നിൽ ഡ്യൂട്ടി അവസാനിപ്പിക്കണമെന്ന നിയമം ലംഘിച്ച ജീവനക്കാരിക്കെതിരെ KSRTC അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട് വയോധികയെ കൊന്നു കത്തിച്ചു കുഴിച്ചുമൂടി. 17-കാരൻ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. പാലക്കാട് വടകരപ്പതി ആട്ടയാമ്പതിയിൽ മൂക്കുത്തി കവരാനായി സരസാൾ എന്ന വയോധികയെ തലക്കടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രായപൂർത്തിയാകാത്ത കൗമാരക്കാരൻ ഉൾപ്പെടെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയൽവാസിയായ ഉദയകുമാറും ഇയാളുടെ സുഹൃത്തായ 17 വയസ്സുകാരനുമാണ് ക്രൂരമായ കൊലപാതകം നടത്തിയത്. പ്രതികൾ ഇരുവരും ചേർന്ന് മൃതദേഹം പ്ലാസ്റ്റിക് ഷീറ്റിലും സാരിയിലും വരിഞ്ഞുകെട്ടി ദുർഗന്ധം പുറത്തെറിയാതിരിക്കാൻ പച്ച ചാണകം പുരട്ടിയ ശേഷം മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. പാതി കത്തിയ ശരീരാവശിഷ്ടങ്ങൾ ചാക്കിലാക്കി വീടിന് പുറകിൽ കുഴിച്ചുമൂടിയതായും അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വധശ്രമ കേസിൽപ്പെട്ട ജുവനൈൽ ഒബ്സർവേഷൻ ഹോമിലായിരുന്ന 17-കാരൻ 1 മാസം മുൻപാണ് പുറത്തിറങ്ങിയതെന്ന് പോലീസ് അറിയിച്ചു. BJP കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ ജയിലിൽ നടത്താമെന്ന് ആഭ്യന്തര വകുപ്പ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ വിയ്യൂർ ജയിലിൽ വെച്ച് നടത്താമെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഹൈക്കോടതിയെ അറിയിക്കും. കാപ്പ കേസിൽ പ്രതിയായി ജയിലിൽ കഴിയുന്നതിനാൽ സുഗതനെ പുറത്തുവിടാനാകില്ല നിലപാടിലാണ് സർക്കാർ. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെ തുടർന്ന് സുഗതൻ ഉൾപ്പെടെയുള്ള കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി നേരത്തെ റദ്ദാക്കിയിരുന്നു. ജയിലിൽ നിന്ന് താൽക്കാലികമായി മോചിപ്പിക്കണമെന്ന സുഗതന്റെ ആവശ്യം പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തതിനെ തുടർന്നാണ് ആഭ്യന്തര വകുപ്പ് ജയിലിൽ സൗകര്യമൊരുക്കാമെന്ന നിലപാടിൽ എത്തുന്നത്. നിശ്ചിത സമയത്തിനധികം സത്യപ്രതിജ്ഞ ചെയ്യാനായില്ലെങ്കിൽ സുഗതന് കൗൺസിലർ സ്ഥാനം നഷ്ടമാകുന്നതിലാണ് പ്രതിസന്ധി ഒഴിവാക്കാൻ ജയിലിൽ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചത്. തൃശൂരിൽ ജലസംഭരണിയിൽ കുളിക്കാനിറങ്ങിയ യുവതി മുങ്ങി മരിച്ചു. 2 പേരെ രക്ഷപ്പെടുത്തി. തൃശൂർ വരവൂരിൽ ബന്ധുവീട്ടിൽ വിരുന്നെത്തിയ യുവതി ജലസംഭരണിയിൽ മുങ്ങി മരിച്ചു. ദേവമംഗലം വരവട്ടൂർ വരമംഗലത്ത് വീട്ടിൽ നാസറിന്റെ മകൾ ഹസ്ന 19 മരണപ്പെട്ടത്. വരവൂർ നടുവട്ടത്ത് അമ്മായിയുടെ വീട്ടിലെത്തിയ ഹസ്ന സമപ്രായക്കാരായ മറ്റു 2 ബന്ധുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു. കുളിക്കുന്നതിനിടയിൽ മൂവരും വെള്ളത്തിൽ താഴ്ന്നു പോയെങ്കിലും നാട്ടുകാർ ഓടിയെത്തി 2 യുവതികളെ ജീവനോടെ രക്ഷപ്പെടുത്തി. കാണാതായ ഹസ്നയ്ക്കായി അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ രാത്രിയോടെയാണ് മൃതദേഹം കണ്ടെടുത്തത്.